ഓം ശാന്തി. 7/2/2024 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ആത്മാഭിമാനം വിശ്വാധികാരി ആക്കുന്നു, ദേഹാഭിമാനം പാപ്പരാക്കി മാറ്റുന്നു. ഇതിനാൽ അഭിമാനി ആകൂ. അഭിമാനി എന്നാൽ വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും ചിന്താഗതിയിലും ആത്മാവാണ് എന്ന കാര്യം മുൻനിർത്തിയുള്ള ചിന്താഗതി അല്ലെങ്കിൽ പെരുമാറ്റമാണ്. ഈ ഒരു ആത്മാഭിമാനി സ്ഥിതി നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. എങ്ങനെയെന്നാൽ, ഞാൻ ആത്മാവാണ് രാജാവ്, ഈ ശരീരം എൻ്റെ സേവകനാണ്, ഈ കർമ്മേന്ദ്രിയങ്ങൾ നമ്മളുടെ സേവകരാണ്. എപ്പോഴാണോ ഇത് ധാരണയിൽ വരുന്നത്, പിന്നൊരിക്കലും നമ്മൾ ഈ ശരീരത്തിന് അടിമയാകുന്നില്ല. എന്നാൽ ശരീരബോധമെന്നത് നമ്മളെ പാപ്പരാക്കുന്നു. ആത്മാവിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടമാകുന്നു. ഒപ്പം ഭാഗ്യത്തിലും ലീക്കേജ് വരുന്നു. അതുകൊണ്ടാണ് ശരീരബോധം പാപ്പരാക്കുന്നു എന്ന് പറയുന്നത്. ഈ കാരണത്താൽ അഭിമാനി ആകണം. ചോദ്യം: ഏത് പരിശീലനമാണ് അശരീരിയാകുന്നതിൽ വളരെ സഹായിക്കുന്നത്? ഉത്തരം: സ്വയം സദാ അഭിനേതാവെന്ന് മനസ്സിലാക്കൂ. ഏതുപോലെ അഭിനേതാവ് പാർട്ട് പൂർണ്ണമാകുമ്പോൾ വസ്ത്രം മാറ്റുന്നു, ഇതുപോലെ നിങ്ങൾ കുട്ടികളും ഈ ഒരു പരിശീലനം നടത്തണം. കർമ്മം പൂർണ്ണമായാൽ പഴയ വസ്ത്രം, അതായത് ശരീരം വിട്ട് അശരീരി ആയിത്തീരൂ. ആത്മാവ് സഹോദരങ്ങളാണ്. ഈ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കൂ. ഇത് തന്നെയാണ് പാവനമാകുന്നതിനുള്ള സഹജമാർഗം. ശരീരത്തെ കാണുന്നതിലൂടെ ക്രിമിനൽ ചിന്താഗതി ഉണ്ടാകുന്നു. ഇതിനാൽ അശരീരിയായി ഭവിക്കൂ. പരിധിയുള്ള നാടകത്തിൽ അഭിനേതാക്കൾ വരുന്നു, തൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. അതിനുശേഷം വസ്ത്രം മാറി അവരവരുടെ വസ്ത്രം ധരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അതുപോലെ നമ്മൾ കുട്ടികളും അഭിനേതാക്കളാണ് ഈ പരിധിയില്ലാത്ത നാടകത്തിലെ. നമ്മൾ കർമ്മം ചെയ്തതിനു ശേഷം ഈ ശരീരത്തിൽ നിന്ന്, അതായത് നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് മാറി അശരീരി ആകണം. ഇതിലൂടെ മാത്രമേ നമ്മൾക്ക് അഭിമാനി ആകാൻ സാധിക്കുള്ളൂ. ഈ ഒരു പ്രാക്ടീസ് എത്രത്തോളം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രയും നാം ഉയർന്ന സ്ഥിതിയിലേക്ക്, അതായത് ആത്മാഭിമാനി സ്ഥിതിയിലേക്ക് എത്തുകയാണ്. നമ്മൾ ഓരോ ആത്മാക്കളും സഹോദരങ്ങളാണ്. ഓരോരുത്തരെയും കാണുമ്പോൾ എൻ്റെ സഹോദരാത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ഇത് തന്നെയാണ് പവിത്രമാകുന്നതിനുള്ള ഏറ്റവും സഹജമായ മാർഗം. ഈ ശരീരത്തിൽ ശ്രദ്ധ പോകുന്നതിലൂടെ നമ്മളുടെ മനസ്സിൽ ക്രിമിനൽ ചിന്താഗതി വരുന്നു. അതായത് കാമവികാരത്തിന് അടിമപ്പെടുന്ന തരത്തിലുള്ള ചിന്താഗതി വരും. അതിനാൽ ശരീരത്തെ കാണരുത്, പകരം അശരീരി ആകണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദൃഷ്ടിയെ ശുദ്ധവും പവിത്രവും ആക്കുന്നതിന് ആരുടെയും നാമരൂപത്തെ കാണാതെ അശരീരിയാകുന്നതിനുള്ള പരിശീലനം ചെയ്യണം. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി സഹോദരനോട് സംസാരിക്കണം. 2. സർവരുടെയും സത്കാരം പ്രാപ്തമാക്കുന്നതിന് ജ്ഞാനയോഗത്തിൻ്റെ ശക്തി ധാരണ ചെയ്യണം. ദൈവീ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നരാകണം. ക്യാരക്ടർ മെച്ചമാക്കുന്ന സേവനം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം അശരീരിയാകാനുള്ള പരിശീലനം തീർച്ചയായും ചെയ്യണം. ഈ പരിശീലനത്തിലൂടെ നമ്മുടെ ദൃഷ്ടിയും വൃത്തിയും ശുദ്ധമാകുന്നു, പവിത്രമാകുന്നു. ആരുടെയും നാമരൂപത്തിൽ ശ്രദ്ധ പോവുകയുമില്ല. ഒപ്പം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി സഹോദരങ്ങളെ കാണണം, സഹോദരങ്ങളോട് സംസാരിക്കണം. സാഹോദര്യ സ്നേഹം ഉണ്ടായിരിക്കണം. അതിൽ കവിഞ്ഞ് ഒന്നുമല്ല. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ എത്രത്തോളം ജ്ഞാനിയും യോഗിയുമാകുന്നുവോ അത്രയും നമ്മളുടെ നിലവാരം, നമ്മുടെ സ്ഥിതി ഉയരുകയാണ്.
ഇതിലൂടെ സർവരുടെയും സത്കാരം പ്രാപ്തമാകുന്നു. അതിനാൽ ജ്ഞാനയോഗത്തിൻ്റെ ശക്തി ധാരണ ചെയ്യണം. ദിവ്യ ഗുണങ്ങൾ ധാരണ ചെയ്യുന്നതിന് ശ്രദ്ധ കൊടുക്കണം. അതുപോലെ നമ്മളുടെ വ്യക്തിത്വം, ക്യാരക്ടർ എപ്പോഴും മികച്ചതായിരിക്കണം. മറ്റുള്ളവരുടെയും മെച്ചപ്പെടുത്തുന്നതിനുള്ള സേവനം ചെയ്യണം. വരദാനം: രോഗ കോൺഷ്യസ്നെസ്സിനു പകരം സന്തോഷത്തോടെ കർമ്മക്കണക്കുകൾ തീർക്കുന്ന സോൾ കോൺഷ്യസ് ആയി ഭവിക്കട്ടെ. ശരീരം എല്ലാവരുടെയും പഴയത് തന്നെയാണ്. ഓരോരുത്തർക്കും ചെറിയ ചെറിയ ചെറുതും വലുതുമായ അസുഖങ്ങളുണ്ട്. എന്നാൽ ശരീരത്തിൻ്റെ പ്രഭാവം മനസ്സിന് മേൽ വന്നാൽ ഡബിൾ രോഗി ആകും. രോഗി കോൺഷ്യസ്നസ് ആയിത്തീരും. ഇതിനാൽ മനസ്സിലൊരിക്കലും രോഗത്തിൻ്റെ സങ്കല്പം വരരുത്. അതിനെയാണ് സോൾ കോൺഷ്യസ് എന്ന് പറയുന്നത്. രോഗത്തെ പേടിക്കരുത്. ഒരൽപ്പം മരുന്നാകുന്ന ഫ്രൂട്ട് കഴിച്ച് അതിന് വിട നൽകൂ. സന്തോഷത്തോടെ കർമ്മക്കണക്കുകൾ തീർക്കൂ. നമ്മളുടെ ബാക്കിയുള്ള കർമ്മക്കണക്കുകൾ പലതും ഈ ശരീരത്തിൽ രോഗത്തിലൂടെയാണ് നമ്മളുടെ അടുക്കൽ വരുന്നത്. നമ്മൾ ആ രോഗത്തിൻ്റെ പ്രഭാവത്തിൽപ്പെട്ടാൽ നമ്മൾ രോഗി കോൺഷ്യസ്നസ് ആകും. രോഗി ബോധത്തിലേക്ക് വരും. ഞാൻ രോഗിയാണ് എന്ന ചിന്ത മാത്രമുണ്ടാകും. അതിനു പകരം ബാബ പറയുന്നു, ഈ രോഗത്തിൻ്റെ ബോധം ഉണ്ടാകാതെ ആത്മ അഭിമാനി ആയിരിക്കണം. അതിലൂടെ രോഗത്തെ ഭയക്കില്ല. പകരം മരുന്ന് കഴിച്ച് രോഗത്തെ തീർക്കാൻ സാധിക്കും. സന്തോഷപൂർവം കർമ്മക്കണക്കുകളെ തീർക്കാനും സാധിക്കും. സ്ലോഗൻ: ഓരോ ഗുണത്തെയും ശക്തിയെയും അനുഭവിക്കുക. അർത്ഥം: അനുഭവി മൂർത്തർ ആകുക. നമ്മൾക്ക് അഷ്ടഗുണങ്ങളുണ്ട്, അഷ്ടശക്തികളുമുണ്ട്. ഇതിലും കൂടുതൽ ശക്തികളും ഗുണങ്ങളുമുണ്ട്. എന്നാലും ഒരു കണക്കിന് 8 എന്നാണ് പറയുന്നത്. ഈ 8 ഗുണങ്ങളും 8 ശക്തികളും ഇവയുടെ അനുഭവി ആയി തീരുക എന്നാൽ പൂർണ്ണമായും അനുഭവി മൂർത്തരാകുക എന്നാണ് അർത്ഥം. ആരാണോ അനുഭവി മൂർത്തരായിട്ടുള്ളത് അവരെ ആർക്കും ചതിക്കാൻ സാധിക്കില്ല. അവർ നിശ്ചയബുദ്ധിയുമായിരിക്കും. ഒരുപക്ഷെ അവരൊറ്റയ്ക്കായിരിക്കാം. അവർക്കെതിരെ മുഴുവൻ ലോകവും ഉണ്ടെങ്കിലും മുഴുവൻ ലോകവും തോറ്റെന്നിരിക്കും. പക്ഷെ ആ അനുഭവി മൂർത്ത ആത്മാവിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ എല്ലാ ഗുണങ്ങളുടെയും ശക്തികളുടെയും അനുഭവി മൂർത്ത് ആകണം. ഓം ശാന്തി.